ചോദിക്കാനുള്ളത് യാത്രകളെ പറ്റിയിട്ടാണ്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പാരീസിലെ കല്ല് പതിപ്പിച്ചിട്ടുള്ളൊരു കഫേയിൽ കോഫി സിപ്പ് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയിട്ടുള്ള രഞ്ജൻ പ്രമോദിനെ അറിയാം. ഗംഗാ നദീതടത്ത് ഈ ജഡങ്ങളൊക്കെ സംസ്കരിക്കുന്ന അതിൻ്റെ ചൂടിൽ കിടന്നുറങ്ങിയ രഞ്ജൻ പ്രമോദിനെയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ യാത്രകൾ എപ്പോഴെങ്കിലും സിനിമകൾ എഴുതാനോ സിനിമ ആവിഷ്കരിക്കാനോ സഹായിച്ചിട്ടുണ്ടോ? അല്ല, നമ്മുടെ ഒരു നമ്മൾ ഇവോൾവായി വരുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഈ യാത്രകളിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലൂടെയോ വായിക്കുന്ന കാര്യങ്ങളിലൂടെയോ ഒക്കെ നമുക്കുണ്ടാവുന്ന മാറ്റം അതിനെ സ്വാഭാവികമായിട്ടും അതിനെ സ്വാധീനിക്കും, നമ്മുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നതുകൊണ്ട്. ഇപ്പോൾ രക്ഷാധികാരി ബൈജു എന്ന് പറയുന്നൊരു സിനിമ നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് ആ സിനിമയെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 50 സെൻറ്റ് സ്ഥലത്താണ് ഇതിൻ്റെ 70% സിനിമ നടക്കേണ്ടത്. അതെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായ ഒരു കാഴ്ചയും അതിന് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ കണ്ടു പഴകിയ കാഴ്ചകളാണ് വരേണ്ടത്. കാരണം ഈ കല്ല് എനിക്ക് പരിചയമുണ്ടല്ലോ, ഈ മരം എനിക്ക് പരിചയമുണ്ടല്ലോ, ഈ വാതിൽ എനിക്ക് പരിചയമുണ്ടല്ലോ, ഈ വീട് എനിക്ക് പരിചയമുണ്ടല്ലോ, ഇയാൾ എനിക്ക് പരിചയമുണ്ടല്ലോ എന്നാണ് തോന്നേണ്ടത്. എന്നുവെച്ചാൽ പുതുമ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവരുതെന്നർത്ഥം. പക്ഷെ സിനിമയ്ക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അത് വളരെ ഒരു എന്താ പറയുക, ഒരു ചുഴിയല്ലേ. നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് സിനിമയിൽ വേണ്ടത്. സിനിമാറ്റിക്കായിട്ട് അതിലൊന്നും ഉണ്ടാവാൻ പാടില്ല. സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ചെയ്യുന്നില്ല. ഒരു റിയലിസ്റ്റിക് സിനിമയാണ്. 100-100 ചില്ലാനും കഥാപാത്രങ്ങളുണ്ട്. അന്ന് സിങ് സൗണ്ട് അത്ര ഇന്നും ആരും സിങ് സൗണ്ട് പ്രിഫർ ചെയ്യുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൽ ഞാൻ 100-100 ചില്ലാനും ആൾക്കാരുള്ള ഔട്ട്ഡോർ സിനിമ സിങ് സൗണ്ട് എടുക്കാൻ തീരുമാനിക്കുകയാണ്. ആ സിനിമേനെ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 1-2 പേരോട് ഇത് പറഞ്ഞപ്പോൾ ഇത് നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയാറുണ്ട്, മിണ്ടണ്ട പറയണ്ട എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് വീണ്ടും പോവുക, എന്നിട്ട് അതിനെ ഒരു വർക്കാക്കി പുറത്തു വരികയും അതിനെ ഒരു കണ്ടംപററി ക്ലാസിക് ആണെന്നുള്ള നിലയിൽ ഓഡിയൻസ് പറയുന്ന ലെവലിലേക്ക് അത് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ യാത്രകളും കാര്യങ്ങളൊക്കെ അതിലേക്ക് അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഷോട്ടുകളിലേക്കോ കഥ ആലോചിച്ചതിലേക്കോ ഒന്നും ആയിരിക്കില്ല, അത്ര ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക്. ഇപ്പോൾ 0 പോയിൻറ്റ് ബേബി എടുക്കുന്ന സമയത്ത് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഔട്ട്ഡോർ യൂണിറ്റ് പോകില്ല, അവിടെ ലൈറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടേക്ക് ആർക്കും ഒന്നും കയറി പോകാൻ തന്നെ പറ്റാത്ത ബുദ്ധിമുട്ട് പിടിച്ച ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ക്യാമറമാൻ്റെ അടുത്ത് ഫസ്റ്റ് അരുൺ ചാലിൽ വന്ന് ലൊക്കേഷൻ നോക്കിയ സമയത്ത് ലൈറ്റ് ഇങ്ങനെ ഭയങ്കര ഫ്ലക്ച്വേഷൻ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെക്കൻഡ് മഴ പെയ്യും, പിന്നെ വെയിലാവും, മറ്റേതാവും, ഡ്രസ്സിൽ വരും, മഴ പെയ്യും, കാറ്റ് വരും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒരു ഷോട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ക്ലൈമറ്റും കാര്യങ്ങളും ഇതൊക്കെ മാറിയിട്ടുണ്ടാവും. സോ അത് ഫോട്ടോഗ്രാഫിക്കലി നമ്മൾ എങ്ങനെയാണ് ഇതിനെ എടുക്കുക എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്നുവെച്ചാൽ എന്നുവെച്ചാൽ നമുക്ക് അത് നമ്മൾ പഠിച്ച് ചെയ്യണം. നമുക്ക് അറിഞ്ഞ വഴികളിലില്ല. അത് ഒരു പുതിയ വഴിയിലൂടെ നമ്മൾ നടക്കണം ആ ഫിലിം മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അരുണിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം, ബെർട്ട്ലൂച്ചി അനുഗ്രഹിച്ച ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിന് ഷോട്ട് എടുത്ത് തീർക്കാനാവില്ല, ഈ ഫിലിം എടുത്ത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അവിടെ വെറും 2 ക്യാമറയും 2 ബോഡിയും ഒരു സെറ്റ് ഓഫ് ലെൻസ്, 2 ക്യാമറയുടെ 2 ബോഡിയും സൗണ്ട് എക്യുപ്മെൻറ്റും മാത്രമായിട്ടാണ് ഞാൻ കയറുന്നത്. എൻ്റെ അടുത്ത് 6 ഫീറ്റ് ആയിട്ടുള്ള ഒരു ട്രോളീൻ്റെ ഒരു പീസ് മാത്രമുണ്ട്, 6 അടി പീസ്. അത് 2-3 ഷോട്ടാണ് ഞാൻ ആകെയിൽ ട്രോളിയിട്ട് എടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. ലൈറ്റ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറേറ്റർ പോവില്ല വണ്ടി അങ്ങോട്ട്. സാധാരണ ജനറേറ്റർ എടുക്കാൻ പറ്റില്ല, കാരണം സിങ്ക് സൗണ്ട് ഉള്ളത് കാരണം ജനറേറ്ററിലെ ശബ്ദം കൊണ്ട് വരില്ല. അപ്പോൾ നമുക്ക് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സിൽ ടോട്ടൽ ഫിലിം ഷൂട്ട് ചെയ്യണം. അങ്ങനെ ഒരു സിനിമ ഇവിടെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, ചെയ്തിട്ടില്ല. ഒരു ഫീച്ചർ ഫിലിം, കമേഴ്ഷ്യലായിട്ടുള്ളൊരു ഫീച്ചർ ഫിലിം, അല്ലാതെ നമ്മളൊരു ഇരിക്കുന്നത് പോലെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതല്ല. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് ചെയ്യുന്നു എന്നുള്ള തീരുമാനം എടുക്കുന്നതും അതിന് ഇത്രയും പേരെ കൂടെ നിർത്തി അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതിലൊക്കെ മുമ്പ് ഒരു മുൻമാതൃകകളില്ലാത്തത് കാരണം അതിൻ്റെ അകത്തൊരു വലിയ റിസ്ക് ഉണ്ട്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ കയ്യിലാണ്. അതിനുവേണ്ടി ഇറക്കുന്ന കാശിന് മുഴുവനുള്ള ഉത്തരവാദിത്തവും എല്ലാം എൻ്റെ കയ്യിലാണ്. വേറെ ആരും ഒരു തരി പോലെ അതിന് ഉത്തരവാദിത്തം എടുക്കില്ല. അപ്പോൾ ദിലീഷ് പോത്തൻ എന്ന നിർമ്മാതാവും പ്രധാന നടനുമായി നിൽക്കുന്നത് കൊണ്ടാണ് ആ സിനിമ എന്നെ കൊണ്ട് സാധ്യമാവുന്നത്. അദ്ദേഹം എന്നിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് ആ ചെയ്യട്ടെ പുള്ളി എന്നുള്ളത്. അല്ലാതെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ജഡ്ജ്മെൻ്റലായിട്ട് നോക്കുകയായിരുന്നെങ്കിൽ പലതരത്തിലും ഇടപെട്ടും ഇതൊന്നും നടക്കൂല. അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എല്ലാം പുതിയ ആൾക്കാർ അഭിനയിക്കുന്നു, ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയി ഷൂട്ട് ചെയ്യുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും അങ്ങനെയുള്ള കണ്ടൻറ്റുകളിലേക്ക് എടുത്ത് അതിലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതിനും റിസർച്ച് ചെയ്യുന്നതിനൊക്കെ എൻ്റെ ഈ യാത്രകളും അനുഭവങ്ങളും അതുകൊണ്ടുണ്ടായിട്ടുള്ള എൻ്റെ സ്പിരിച്വലായിട്ടുള്ള എൻ്റെ ഗ്രോത്തും എൻ്റെ അറിവ്, നമുക്ക് അറിവ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഭയങ്കര സംഭവമായിട്ട് അറിയില്ല, ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത്. അറിവ് എന്നുള്ളതുകൊണ്ട് ബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടും വായിച്ചുകൊണ്ടും ചിന്തിച്ചതുകൊണ്ടും ഉണ്ടായിട്ടുള്ള അറിവ് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒന്നുമില്ല, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓളവും തീരവും എന്നുള്ള പടം കണ്ടിട്ടുണ്ടോ? നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പുകൾ, പത്മരാജൻ സാറിൻ്റെ. ഈ 2 പടത്തിനും ഒരേ കഥയാണ് ഇരിക്കുന്നത്.
ഇപ്പോൾ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്നുള്ള പടത്തിനും മൂന്നാം പക്കത്തിന് ഇരിക്കുന്ന ഒരേ കഥയാണ്, ജസ്റ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സ് വന്നപ്പോൾ, ഇത് നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളുടെ ക്ലൈമാക്സ് വന്നപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്. പത്മരാജൻ സാറിൻ്റെ അടുത്ത് എല്ലാവരും ആ ക്ലൈമാക്സ് മാറ്റണം എന്ന് പറഞ്ഞു. കാരണം അത് നമ്മൾ പറയുന്ന ഒരു റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ ഒരു സെക്ഷലി അസോൾട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കിലയാണെന്നാണ് പറയുക. പങ്കില, അവൾ കളങ്കം ചേർന്ന് പോയി. അങ്ങനെ പങ്കിലയായ ഒരു നായികയെ നായകൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നായകത്വത്തിന് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ആരൊക്കെയോ പത്മരാജൻ സാറിൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്തു. എന്നിട്ട് അത് മാറ്റണം ക്ലൈമാക്സ് എന്നുള്ള രീതിയിൽ. പത്മനാഭൻ സാർ അത് മാറ്റിയില്ല, ആ ക്ലൈമാക്സ് അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ അദ്ദേഹത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് എന്തിൻ്റെ പേരിലാണ്? മുമ്പ് ഈ ക്ലൈമാക്സ് വർക്കായിട്ടുണ്ട് എന്നുള്ള അറിവിൻ്റെ പേരിലാണ്. ഉറപ്പാണ്. കാരണം അത് ഓളവും തീരവും ഉണ്ട്, സൂപ്പർ ഹിറ്റ് പടം, അതിൻ്റെ ക്ലൈമാക്സ് ഇതാ. പക്ഷേ ഓളവും തീരവും എന്നുള്ള സിനിമയും മൂന്നാം പക്കം എന്നുള്ള സിനിമയും ഒരു സിനിമയല്ല, അത് കോപ്പി അടിയല്ല. അത് മനസ്സിലായില്ലേ? അതിന് ഉണ്ടായിട്ടുള്ള സാമ്യമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ പത്മരാജൻ സാർ ഓർത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടന്നതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ മൂന്നാം പക്കത്തിൻ്റെ ഫ്ലിപ്പാണ് അപ്പൂപ്പനെ അമ്മൂമ്മയാക്കിയതാണ് എന്ന് പറയുന്ന ഇത് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ചെയ്യില്ലായിരിക്കാം ഉള്ള സാധനം. മനസ്സിലായില്ല? അതറിയാതെ സംഭവിച്ചു പോകുന്നതായിരിക്കാം. അന്തരീക്ഷത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോകുന്ന പോലെ ആയിരിക്കാം. ഞാൻ പറഞ്ഞത് നമ്മുടെ അറിവ് കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നമുക്ക് വേറൊരു അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു ഇത്. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു സിനിമ ഞാൻ എടുത്തത് കൊണ്ടാണ് എനിക്ക് ഓ ബേബി എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ ധൈര്യം ഉണ്ടാവുന്നത്. ഫോട്ടോഗ്രാഫർ എന്നുള്ള സിനിമയിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ളതൊരു സൂപ്പർ സ്റ്റാറാണ് ലാലേട്ടൻ. എവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും 2000-2500 ആൾക്കാർ തടിച്ചു കൂടും ആ ഷൂട്ട് ചെയ്യാൻ പോയ സ്ഥലത്ത്. വയനാട്ടിലായിക്കോട്ടെ, നിലമ്പൂരായിക്കോട്ടെ, അവിടെ ഒന്നും ഒരു സിനിമ ഷൂട്ടിംഗ് വന്നിട്ടില്ല. ലാലേട്ടൻ്റെ ആരാധകരെന്നതിൻ്റെ ഒരു ഭയങ്കര ഏരിയയാണത്. അവിടെയാണ് നമ്മൾ പോയിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ കൊണ്ട് വെർജിൻ ലൊക്കേഷൻ. അന്ന് അവിടെ അധികം ആരും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല ആ പറയുന്ന ലൊക്കേഷൻസിലൊന്നും. വെച്ചാൽ നാട്ടുകാർ സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല. അപ്പോൾ ലോറിക്കും ബസ്സിനും വിളിച്ചിട്ടാണ് ആൾക്കാർ ഷൂട്ടിംഗ് സെറ്റിലേക്ക് വരുന്നത് കാണാൻ. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാടിൻ്റെ അകത്ത് പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ ഒരുപാട് ഫേസ് ചെയ്തു. കാരണം കാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ആരും കാണാത്ത കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പെട്ടു പോകുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഷോട്ട് എടുത്തിരുന്ന് അപ്പുറത്ത് ഒരുത്തുണ്ടാവും തലയിട്ട് ഇങ്ങനെ നോക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന ചില വള്ളികളും ചെടികളും ചില വള്ളിപ്പടർപ്പുകളൊക്കെയാണല്ലോ നമുക്ക് ഫ്രെയിമാണല്ലേ വേണ്ടേ. അതിലിങ്ങനെ കിടക്കുന്നൊരു വള്ളിപ്പടർപ്പ് ഉണ്ടാവും. നമ്മളിതാ ഇവിടെ എടുക്കാമെന്ന് ലൊക്കേഷൻ നോക്കി വന്ന സ്ഥലത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ചവിട്ടി പോക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് പോവുക ചെയ്യുക. നമ്മുടെ ആൾക്കാർ തന്നെ ചവിട്ടിപ്പോക്കും. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ വന്നതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യം. പിന്നെ മുത്തങ്ങ സംഭവത്തിന് ഞാനെടുത്ത് സിനിമ ചെയ്യുന്ന സമയത്ത് അത് ഫ്രഷാണ്. ഇപ്പോൾ ഈ നരിവേട്ട ചെയ്യുന്നത് 20 വർഷം കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഇന്ന് അതിൻ്റെ മുകളിൽ ഫോക്കസ് ഇല്ല. അന്ന് അതിൻ്റെ മുകളിൽ ഫോക്കസ് ഉണ്ട്. ഞാനാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ ചെയ്തിട്ട് ഹിറ്റായിട്ടുള്ള ഒരാളാണ്. അത് കമേഴ്ഷ്യലി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ മുത്തങ്ങ വിഷയവുമായി സിനിമ എടുക്കാൻ പോകുന്നു എന്ന് അറിയുന്ന സമയത്ത് അതിൽ ഒരുപാട് പേർക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് കണ്ടന്റ് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഫോറസ്റ്റ് ഉള്ള ആൾക്കാരായിക്കോട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, പാർട്ടിക്കാരായിക്കോട്ടെ, പലർക്കും അതിൻ്റെ അകത്ത് താല്പര്യമുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫർ എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്ത് അവിടെ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ എന്ന് വെച്ചാൽ ഇവരെ ഉപജീവിച്ച് ജീവിക്കുന്ന ഒരുപാട് ക്ഷുദ്രജീവികളുണ്ട്. പേര് പറഞ്ഞാൽ വലിയ വലിയ പേരുകൾ പോലും ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഇവർക്ക് ജർമ്മനിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വളരെ ആത്മാർത്ഥമായ ഒരു ഫീലിങ്ങോട് കൂടിയാണ് ഞാൻ ആ സിനിമ എടുക്കുന്നത്. അത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു ഫീലിങ്ങോട് കൂടി ഒരുത്തർ ഇതിൻ്റെ ഉള്ളിലേക്ക് പണിയാൻ വരുന്നത് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാണ്. അവർ തന്നെ ശത്രുവായിട്ടേ കാണുന്നുള്ളൂ. ഒരു തരത്തിലും അവർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല അത്തരം കാര്യങ്ങളോടൊക്കെ. കാട്ടിൻ്റെ ഉള്ളിൽ ഞാൻ തീയിട്ട് ഷൂട്ട് ചെയ്തു. കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഒന്നാലോചിച്ച് നോക്കണം. കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്തു, ഫയർ എഞ്ചിനൊന്നുമില്ല, അവിടെ എത്തൂലല്ലോ. ഞാൻ ആ റൈറ്റ് ഷൂട്ട് ചെയ്തില്ലേ, തീ കത്തിക്കുന്നത് എടുത്തില്ലേ, കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ എടുത്തേ. നിങ്ങളൊന്ന് പോയിട്ടൊരു കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്തേ, നടക്കില്ലല്ലോ കാട്ടിൻ്റെ ഉള്ളിൽ തീയിട്ട് ഷൂട്ട് ചെയ്യാൻ. എനിക്കതുപോലും നടന്നു. അതിൻ്റെ അകത്ത് ഇത്രയും എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട് പോലും എനിക്കതുപോലും നടന്നു. ലാലേട്ടനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഈ കണ്ട വഴുക്കപ്പാറ മുഴുവൻ പറ്റിപ്പിടിച്ച് കയറി ചെല്ലാൻ വേണ്ടി ലാലേട്ടനെ പോലത്തെ ഒരു ആവശ്യമില്ല ലാലേട്ടന്, സൂപ്പർ സ്റ്റാർ. മനസ്സിലായില്ലേ? എൻ്റെ കൂടെ വന്നു ലാലേട്ടൻ. അങ്ങനെയൊന്നും അത് പറയലല്ലോ. അത് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ആ സിനിമയിൽ വിശ്വാസം ഉണ്ടാവുക, ആ സിനിമ ചെയ്യേണ്ടതാണെന്ന് തോന്നുക. അപ്പോഴാണല്ലോ ഇത്രയും വലിയ എഫേർട്ട് അതിന് വേണ്ടി എടുക്കുക. ഞാൻ മാത്രമല്ല, ലാലേട്ടനാണെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലത്തും ക്യാമറ പോകുന്ന സ്ഥലത്തൊക്കെ ലാലേട്ടനും പോകണമല്ലോ, വരണം. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ് ഇപ്പോൾ ആ പയ്യനെ കിട്ടിയില്ല. ലാസ്റ്റ് മൊമെൻറ്റ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു പയ്യനെ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, നിങ്ങൾ വിരുദനഗറിലുള്ള കുട്ടികളുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്ന പരിചയമുള്ള കുട്ടികളുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് കുട്ടികൾ, അങ്ങനെ ആരെങ്കിലും കുട്ടികളെ എടുത്തിട്ട് ചെയ്യുക, ഒരു കറുത്ത കുട്ടിയെ കിട്ടിയാൽ പോരെ
എന്നാണ് എല്ലാവർക്കും ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. പക്ഷേ എനിക്കങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവനാണ് ആ സിനിമയുടെ രക്തസാക്ഷി, അവന് വേണ്ടിയാണ് ആ സിനിമ. അതുകൊണ്ട് എത്നിക്കലി വയനാട്ടിൽ തന്നെയുള്ള ഒരു കുട്ടിയായിരിക്കണം അത്. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിയിലേക്ക് ശ്രദ്ധ വരുന്നതോടുകൂടി വയനാട്ടിലെ ആദിവാസികളുടെ പ്രശ്നങ്ങളിലേക്കും കൂടെ ശ്രദ്ധ വരികയാണ് ചെയ്യുന്നത്. അതാണ് ആ സിനിമയുടെ പർപ്പസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് തന്നെ ഒരു കുട്ടിയെ കിട്ടിയേ പറ്റൂ. അങ്ങനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷൂട്ട് തുടങ്ങാൻ ഒരാഴ്ച ഉള്ളപ്പോൾ വരെ കുട്ടിയെ കിട്ടിയിട്ടില്ല. ഇവനെ കണ്ട് ഇവരെ എടുക്കാൻ തീരുമാനിച്ചെടുത്ത് നോക്കുമ്പോൾ ഒരു ഫോട്ടോന് നിൽക്കാൻ പറഞ്ഞാൽ ഇവൻ നിന്നില്ല. അവൻ പോയി കളഞ്ഞു. കാരണം ഇവർക്ക് ഇതൊന്നും ശീലമില്ല, കണ്ടിട്ടില്ല. അവർക്ക് എന്ത് മോഹൻലാൽ, എന്ത് സിനിമ, എന്ത് മലയാളം ഒന്നുമില്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പയ്യൻ എന്നിട്ട് പിന്നെ അവൻ്റെ ഒരു കസിനൊരു വേറൊരു പെൺകുട്ടിയുണ്ട്, അവളുടെ കൂടെ നിർത്തിയപ്പോഴാണ് ഒരു ഫോട്ടോ സ്റ്റില്ലെടുക്കാൻ അവൻ സമ്മതിച്ചത്. ആ ഒരു സ്റ്റില്ല് കൊണ്ട് ഞാൻ വന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് ഒരിടത്തും പറഞ്ഞു ഇവനാണെന്ന്, ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ എന്ത് ധൈര്യം അത്, എവിടെ നിന്ന് ധൈര്യം വന്നതാണത്? അതായത് ഒരു ഫോട്ടോ എടുക്കാൻ നിന്ന് തന്നില്ല അവൻ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കുമല്ലോ ലാലേട്ടൻ ഒരു സിനിമയും കാണാത്ത സിനിമ എന്താണെന്ന് പോലും അറിയാത്ത ഒരാളുടെ കൂടെ അഭിനയിക്കുന്നത്. അത് മാത്രമല്ല, ലാലേട്ടൻ അങ്ങനെ ഒരു പുതിയ ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്തതും ഞാൻ തന്നെ. ശരിയാണ്. ആ പയ്യൻ്റെ ഉള്ളൊരു കാര്യത്തിലുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ പോലും അറിയാത്തൊരു പയ്യൻ അവനെ മാധ്യമം അറിയില്ല അല്ല, മാധ്യമം അറിയില്ല എന്നുള്ളതൊന്നല്ല ബ്രോ. അതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം അതല്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കമാൻഡ് എടുക്കാൻ അറിയില്ല. അവൻ്റെ അച്ഛൻ, നമ്മളെടുത്ത് നമ്മുടെ അച്ഛൻ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കമാൻഡ് എടുക്കാൻ, അത് ഒബേ ചെയ്യാൻ അറിയാം. അവർക്കറിയില്ല. അവർ കാട്ടുപൂക്കളെ പോലെയാണ്, കാട്ടുചെടികളെ പോലെയാണ്. കാട്ടിലെ പൂക്കളും പുഴുക്കളും പുൽച്ചാടികളൊക്കെ അവനെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ പോലെ അവർ. കാരണം അവർക്ക് ഒരു കമാൻഡ് എടുത്തിട്ടില്ല. ദേ ആർ നോട്ട് ടൈംഡ്. അല്ലെങ്കിൽ നിങ്ങൾ അനുസരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനാണ്, അനുസരണമാണ്. ലൈറ്റിൽ നിൽക്കണം, പോയിന്റിൽ നിൽക്കണം. അവിടെ നിന്നിട്ട് കരയാൻ പറയുമ്പോൾ കരയണം, ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കണം, ഡയലോഗ് പറയണം. ഡയലോഗ് ബൈ ഹാർട്ട് പഠിക്കണം. നിസ്സാര കാര്യമാണോ സിനിമയിൽ അഭിനയിക്കൽ? കൂടെ നിൽക്കുന്നത് ലാലേട്ടനാണ്. വിലപ്പെട്ട സമയമാണ്. എനിക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെയുള്ള ദിവസങ്ങൾ തന്നെ ഉള്ളൂ. അല്ലാതെ നിൻ്റെ ജീവിതത്തിൽ ഞാനിനി നിൻ്റെ സിനിമ തീർത്തിട്ടേ വേറെ സിനിമയ്ക്ക് പോകുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ലാലേട്ടന്? പറ്റില്ല. സമയബന്ധിതമായി കൊണ്ടത് തീർക്കണം. അങ്ങനെ ഭയങ്കര ചലഞ്ചുകളുണ്ട്. അവനെ നമ്മൾ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ, നമ്മൾ ഇത്രയും വലിയ ക്രൂവുമായിട്ട് അവിടെ പോവുകയാണ്. സിനിമയിൽ ബന്ധപ്പെടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിൽ പല ലെവലിലുള്ള ആൾക്കാരുണ്ട്. ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഔട്ട്ഡോർ യൂണിറ്റും അങ്ങനെ ആയിട്ട് പല 100 ചില്ലാനം ആൾക്കാരാണ് ഇവരുടെ ഇടയ്ക്കേക്ക് പോകുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകളോ, തരത്തിലുള്ള കമൻ്റ് അടിച്ചു എന്നുള്ള കംപ്ലൈൻറ്റുകളോ, അല്ല അബ്യൂസിൻ്റെ കംപ്ലൈൻറ്റുകളോ, അത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വന്നാൽ ആര് തൂങ്ങും? ഞാൻ തൂങ്ങും. ഹൈ റിസ്ക് മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ഹൈ റിസ്ക് എടുത്ത് നമ്മളത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നിന്ന്. അതൊരു സ്പിരിച്വൽ എനർജിയാണ്. അല്ലെങ്കിൽ അതൊരു ഈ പറയുന്ന അന്വേഷണം, ഈ പറയുന്ന വായന, അതൊക്കെ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഞാനൊരു ഭയങ്കര ആളാണ്, ഞാൻ ഞെട്ടിക്കണം എല്ലാവരെയും എന്ന് വിചാരിച്ച് ഞാൻ ഒരു സിനിമ എടുത്തിട്ടില്ല. ഐ ഡോണ്ട് കെയർ. നിങ്ങൾ ഞെട്ടണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു സിനിമ എടുക്കുകയും എല്ലായ്പ്പോഴും ഞാൻ ഏറ്റവും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്നത് പാമരനുള്ളതാണെന്നാണ് എൻ്റെ ഒരു ഇത്. പണ്ഡിതനുള്ളതല്ല സിനിമ. പണ്ഡിതന് അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പണ്ഡിതർക്കുള്ള സിനിമകളും ഉണ്ട്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ സിനിമ എന്ന് പറയുന്നത് പണ്ഡിതനുള്ളതല്ല, സാധാരണക്കാർക്കുള്ളതാണ്. എല്ലാ സിനിമയും കാണുന്ന സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ സിനിമ. അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകൾ ഗൗരവമുള്ളതായിരിക്കാം, കണ്ടൻറ്റുകൾ ആഴമുള്ളതായിരിക്കാം, അതൊക്കെ വേറെ ആയിരിക്കാം. പക്ഷേ എൻ്റെ ട്രീറ്റ്മെൻറ്റും ഞാനും അതിനെ നോക്കുന്ന എപ്പോഴും സാധാരണ സിനിമ നാട്ടിൽ സിനിമ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ്റെ സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഞാൻ എപ്പോഴും സിനിമേനെ സമീപിക്കുന്നത്. എന്നുവെച്ചാൽ കമേഴ്ഷ്യൽ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ കമേഴ്ഷ്യലാണ് എൻ്റെ ചിന്തകളൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഓ ബേബി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സിനിമയാണ്. അതിലും ഈ പറയുന്ന ഹീറോയിസും എടുക്കും, വലിയ അടിയും പാട്ടൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. കമേഴ്ഷ്യൽ എലിമെൻറ്റുകളാണുള്ളത്. രക്ഷാധികാരി പേജ് എടുത്താലും അതെ, ഫോട്ടോഗ്രാഫർ എടുത്താലും അതെ, അതിൻ്റെ അകത്തൊക്കെ ഉള്ളത് കമേഴ്ഷ്യൽ എലിമെൻറ്റുകൾ തന്നെയാണ്. കമേഴ്ഷ്യലായിട്ട് തന്നെയാണ് ഞാൻ അതിനെ സമീപിക്കുന്നത്. അപ്പോൾ പാമരൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വിവരമില്ല എന്നുള്ള നിലയ്ക്കുള്ളതല്ല. അതായത് സിനിമാറ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ സിനിമ വിമർശിക്കണമെങ്കിൽ എഡിറ്റിംഗ് പഠിക്കണമെന്ന് ചോദിക്കുന്നില്ലേ, അതേപോലെ എഡിറ്റിംഗ് പഠിക്കണ്ട. പാമരന് വേണ്ടിയാണ്, എഡിറ്റിംഗ് പഠിച്ചവന് വേണ്ടിയിട്ടല്ല സിനിമ. അയാൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സിനിമ ചെയ്യുന്നത്, ഞാൻ പാമരന് വേണ്ടി തന്നെയാണ് സിനിമ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പണ്ഡിതന്. കാരണം നീ പുസ്തകം വായിക്കാറില്ലേ? അപ്പോൾ ഞാനും പുസ്തകം വായിക്കും. നമുക്ക് പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. നമുക്ക് പുസ്തകം വായിക്കുന്ന ആൾക്കാർക്ക് സ്വയമേവ ഒരു ഇമാജിനേഷൻ ഉണ്ടാവും. എല്ലാ കാര്യത്തിനും ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാവും, ഇമാജിനേഷൻ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പുസ്തകം വായിക്കാത്ത ആൾക്കാർക്ക് അതുണ്ടാവില്ല. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും പക്ഷേ ആ പുസ്തകത്തിലുള്ള കണ്ടൻറ്റിൻ്റെ ഡെപ്തും അത്തരത്തിലുള്ള സാധനങ്ങൾ ഇവർക്ക് നമ്മൾ വേറെ രീതിയിലായിരിക്കണം ഇവിടെ കൊടുക്കുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാരാരാ സ്വയമേവ ഇമാജിനേഷൻ ഇല്ല. അവരുടെ ഇമാജിനേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, നമ്മളവർക്ക് വിഷ്വലായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അവരുടെ ഇമാജിനേഷൻ ഇത് കൊടുക്കുന്നില്ല.
മനസ്സിലായില്ല. അപ്പോൾ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്, എനിക്ക് ഭയങ്കര അറിവുകളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കരനാണെന്ന് ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാനൊന്നും ഞാൻ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ എൻ്റെ ഉള്ളിലില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചുകൊണ്ട് പോവുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല.